നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രോഹിതിനാകെപ്പാടെ കട്ടക്കലിപ്പായിപ്പോയി. അലീന പ്രതികരിച്ച് രോഹിതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് രോഹിത് ദേഷ്യപ്പെട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗ്രേസമ്മ എടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ആൻറ്റി എന്ന് പറയണേ. എന്ത് കാര്യം? നിനക്ക് എന്ത് കാര്യം അറിയാനുള്ളത്? അത് പിന്നെ വേറൊന്നും അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുമോന്ന് ചോദിക്കുക. അതെ, ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യപ്പെടും. പിന്നെ എന്നോട് ഓരോ കുണിഷ്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ നീ വരത്തുള്ളൂന്ന് ചോദിക്കുക. അത് പിന്നെ വേറൊന്നും അല്ല ആൻറ്റി, അതെ ആ മുറി മാത്രം എന്താ തുറക്കാതിട്ടിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഗ്രേസമ്മ വായിച്ചുകൊണ്ടിരുന്ന മാഗസിൻ അങ്ങ് താഴേക്ക് വെച്ചു. പിന്നീട് പറഞ്ഞു, അതെൻ്റെ മോൻ്റെ മുറിയായിരുന്നു പറയാണ്. മോൻ്റെ മുറിയോ? അതെ, എന്നെ മരിച്ചുപോയ മോൻ്റെ മുറിയായിരുന്നത്. ആ മുറി അവൻ മരിച്ചു പോയതിനു ശേഷം പിന്നെ അങ്ങനെ തുറന്നിട്ടില്ല എന്ന് പറയണം. അവൻ മരിച്ചുപോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ മരിച്ചു പോയതിനു ശേഷം ഞാൻ ഇവിടെയെല്ലാം അവനെ എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കും. എല്ലാ മുറിയും കയറി ഇറങ്ങി നടക്കും. എന്തിനാണെന്നറിയോ? ഞാൻ വിളിച്ചാൽ അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് നടന്നു. അവസാനം മാമച്ചാൻ എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി. ആ നിലയിലായ കാര്യങ്ങൾ ഇവിടെ എല്ലാം അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഭിത്തി നിറയെ ഉണ്ടായിരുന്നേ. എല്ലാം മാറ്റി. അവസാനം ആ മുറി പോലും തുറക്കാതെ. കാരണം ആ മുറി തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എൻ്റെ വേദന. എൻ്റെ മോൻ മരിച്ചു പോയെന്ന് വിശ്വസിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിയുടെ കണ്ണറിഞ്ഞു. രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ ഇടയിലേക്ക് ചെന്നു കയ്യെല്ലാം കൂടി പിടിച്ചു. എന്നിട്ട് തലയും കൂടി ചേർത്ത് പിടിച്ച് തോളത്ത് ഇങ്ങനെ തട്ടുന്ന പോലെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം അത്രയ്ക്ക് സങ്കടമായിപ്പോയി രേവതിക്കുട്ടിക്ക്. ഗ്രേസമ്മയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പം ഇത്രയും സങ്കടം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ് പുറമെ ഇങ്ങനെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കണേ. ആ അമ്മയുടെ വേദന എന്താണെന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം കൃഷ്ണമോളും ബബിതയൊക്കെ സ്കൂൾ വിട്ട് അങ്ങോട്ട് വരുവാണ്. വന്ന ഉടനെ കൃഷ്ണമോളും ബാക്കി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. പിന്നീട് അവിടെ നിന്നൊരു ഡാൻസ് കളിക്കുകയാണ്. സ്കൂൾ വിട്ട് വന്നതിൻ്റെ ആ ഒരു സന്തോഷം. അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അലീന അങ്ങോട്ട് വന്നു. അലീനയെ കണ്ടപ്പോഴത്തേനും കൃഷ്ണമോൾക്കൊരു നാണമൊക്കെ തോന്നി. ഈ സമയം അലീനയെ കണ്ടപ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, അതെ എനിക്ക് സ്പെഷ്യൽ കോഫി വേണം ചേച്ചി എന്ന് പറയണം. പിന്നെ കഴിക്കാൻ എന്താ ഉള്ളത്? സ്നാക്സ് എന്താ ഉള്ളത്? നിൽക്കുക പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നാ സൂപ്പറായിട്ടുണ്ട്. പഴംപൊരി ഒരു സ്പെഷ്യൽ കോഫി എന്ന് പറയണം. ഈ സമയത്ത് അലീന അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ബബിത ചോദിച്ചു, അല്ല നീ എന്തിനാ അവരെ ചേച്ചി എന്നൊക്കെ വിളിച്ചേ? അലീന ചേച്ചിന്ന് പോലും. നിന്നോട് അമ്മ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവരെ ചേച്ചിന്ന് വിളിക്കരുതെന്ന്. അതെ അമ്മ അങ്ങനെ പലതും പറയും. എൻ്റെ ടീച്ചറൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിന്ന് വിളിക്കണം എന്ന് പറയും. പിന്നെ ഒരു ചേച്ചി വേലക്കാരിയെ കയറി ചേച്ചിന്ന് വിളിക്കുന്നു. നാണമില്ല നിനക്കെന്നൊക്കെ പറയാണ്. അതൊന്നും കുഴപ്പമില്ലെന്ന് അവൾ കൃഷ്ണമോള് പറയാണ്. അപ്പോഴേക്കും രോഹിത് അങ്ങോട്ടേക്ക് വന്നു. രോഹിത് വന്ന് അവിടെ ഇരുന്നു. അങ്ങനെ അവർ ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് വൈജയന്തി വരുന്നത്. വൈജയന്തി നേരത്തെ വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ടേക്ക് ബബിതയ്ക്ക്. അമ്മ നേരത്തെ വന്നു, ഇനി തുടങ്ങും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ വെറുതെ ആയിട്ട് ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആകെപ്പാട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വൈജയന്തി അകത്തേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ബാഗൊക്കെ കൊണ്ടുവന്ന അതേപടി തന്നെ സ്കൂൾ ബാഗൊക്കെ അവിടെ എറിഞ്ഞിട്ടേക്കുക. കൃഷ്ണയും ബബിതയും കൂടെ. ബബിതയുടെ ഹെൽമെറ്റൊക്കെ ആ നിലത്ത് കിടപ്പുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. വൈജയന്തി പറഞ്ഞു, ഇതെന്താന്ന് ചോദിക്കണം. കാളച്ചന്ത് പോലെ ഉണ്ടല്ലോ എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത്, നിനക്കൊന്നും നാണമില്ലേന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമോള് പറഞ്ഞു, അമ്മേ വിശന്നിട്ട് ഒരു ചായ കുടിക്കാതിരുന്നാന്ന് പറയണം. ഇത് ഇരിക്കുന്നൊക്കെ നാളെ രാവിലെ വരെ സ്കൂളിൽ പോകുന്നോളം വരെ ഇവിടെ ഇരിക്കുമെന്ന് ചോദിക്കുക. ഇല്ലില്ല, അത് ഞാൻ ഇപ്പം തന്നെ ചായ കുടിച്ചിട്ട് മാറ്റിക്കോളാന്ന് പറയാം. മാറ്റിയേക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് ബബിത എന്ത് ചെയ്യുവാണ്, വന്നിട്ട് തൻ്റെ ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ ഒന്ന് കൊണ്ടേ വെക്കാൻ പറയണം. ദേ ചേച്ചി പ്ലീസ് ചേച്ചി എന്ന് പറയണം, അല്ലെ വഴക്ക് കിട്ടുമെന്നറിയാം. അങ്ങനെ ബബിത അതെടുത്തോണ്ട് പോയി. ഈ സമയത്ത് അലീന എന്ത് ചെയ്യണം, സ്പെഷ്യൽ കോഫിയൊക്കെ കൊണ്ടുവന്ന് അവൾക്ക് കൃഷ്ണയ്ക്ക് കൊടുത്തു. പിന്നീട് വേറൊരു കോഫിയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബബിതയ്ക്കായിരുന്നു. അപ്പോൾ രോഹിത് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ കോഫി കൊണ്ടും കൂടെ വെച്ചങ്ങ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ എന്ത് ചെയ്തു, രോഹിത് ആ കോഫി എടുക്കണം. ബബിത വന്നപ്പോഴത്തേനും അവൾക്ക് കോഫി കിട്ടിയില്ല. ഇതെൻ്റെ കോഫി ഇങ്ങ് തരാൻ പറയണം. അതെ ഇത്തല എഴുതി വെച്ചിട്ടൊന്നുമില്ല നിന്റെ കോഫിയാന്ന്, ഇത് ഞാൻ എടുക്കുമെന്ന് പറയാം. അല്ല നിനക്ക് കോഫി ഇഷ്ടമില്ലാത്തല്ലേ, പിന്നെ നീ എന്തിനാ ഇപ്പോൾ കോഫി കുടിക്കുന്നതെന്ന് ചോദിക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടം എന്ന് പറയണം. ഈ സമയത്ത് വൈജയന്തിയും കൂടെ അങ്ങോട്ട് വന്നിരുന്നു. വൈജയന്തിക്കും ചായ എടുക്കാണ്ട് അലീന പോയി. അങ്ങനെ ചായ എടുത്ത് ചൂട് പഴംപൊരിയും കൊണ്ടുവന്ന് വെക്കുവാണ്. ഈ സമയത്ത് രോഹിത് പറഞ്ഞു, എനിക്ക് പഴംപൊരി വേണ്ട, ഒരു ഓംലെറ്റ് വേണമെന്ന് പറയണം. അലീന അകത്തേക്ക് പോയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുവാണ്. ഓംലെറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വെച്ചു. പിന്നീട് രോഹിത് ഓംലെറ്റ് കഴിക്കാനായിട്ട് ഇച്ചിരി എടുത്തെന്ന് വരുത്തിയിട്ട് പറഞ്ഞു, ശേ ഇതെന്താ ഓംലെറ്റ് ആണോ ഉപ്പിലേറ്റാണോ എന്ന് ചോദിക്കണം. അലീന ചോദിച്ചു, എന്ത് പറ്റി? ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല എന്ന് പറയണം.
ആ സമയം വൈജയന്തി പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലോ എന്ന് പറയാം. എൻ്റെ അമ്മേ ഇത് മുഴുവൻ ഉപ്പാന്ന് പറയണം. ഉപ്പാ? അതേമ്മേ ഉപ്പിനകത്ത് കലക്കി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് പറയണം. ബബിത അപ്പം ചിരിക്കുകയാണ്. അലീന പറഞ്ഞു അതങ്ങനെ ശരിയാകത്തില്ലോ എന്ന് പറയണം. അലീനയ്ക്ക് സംശയം താൻ അങ്ങനെ ചെയ്യത്തില്ല. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു നിനക്കെന്താടി ഓമനിസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് ചോദിക്കാം. അറിയാം മാഡം എന്ന് പറയണം. പിന്നെന്താടി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. കൃഷ്ണമോൾ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിളിച്ചിട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒറ്റ തട്ട് കൊടുത്ത് രോഹിതാനിട്ട് ആ പ്ലേറ്റോട് സഹിതം താഴെ വീണത് പൊട്ടിച്ചെതറിപ്പോയി. ചാടി എഴുന്നേറ്റ് വൈജയന്തി നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഒരു പ്ലേറ്റ് നീ നശിപ്പിച്ച് കളഞ്ഞില്ലേടാന്ന് ചോദിക്കണം. ഒറ്റ ഉണങ്ങ് വെച്ച് തന്നാണ്ടല്ലോ, നിനക്ക് വേണ്ടെങ്കിൽ അതവിടെ വെച്ചിട്ട് പോയാൽ പോരായിരുന്നു ഒക്കെ ചോദിക്കണം. പിന്നെ ഇങ്ങനെയല്ലേ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് രോഹിത് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു ചെറുക്കൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ കൂടുന്നുണ്ട്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ്. പിന്നീട് അലീനോട് പറഞ്ഞു മര്യാദയ്ക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറയാണ്. ആ സമയത്ത് അലീന എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനം എടുക്കുക അകത്തേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു അതെ ഉപ്പൊന്നും കാണത്തില്ല. ഈ ഇടയായിട്ട് അലീന ചേച്ചിയോട് രോഹിതേണ്ണ എന്തോ ഭയങ്കര ദേഷ്യമെന്ന് പറയണം. അലീന ചേച്ചിയോ നിന്നോടാരുടെ അങ്ങനെ വിളിക്കാൻ പറഞ്ഞവളെ എന്ന് വൈജയന്തി ചോദിക്കണം. അതിനെന്താമ്മ ഞാൻ അങ്ങനെ വിളിച്ചാൽ കുഴപ്പം? എടി നിന്നോട് പല വട്ടം പറഞ്ഞിട്ടോ അങ്ങനെ വിളിക്കരുതെന്ന്. എടി അവൾ ഇവിടുത്തെ സെർവൻ്റാ, ആ കാര്യം നീ മറക്കല്ലെന്ന് പറയണം. അമ്മേ സെർവൻ്റ് ആണെങ്കിലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം. എൻ്റെ ടീച്ചർ പറഞ്ഞ എന്താണെന്നറിയോ, പ്രായത്തെ മൂത്തവരോട് ബഹുമാനം കാണിക്കണമെന്ന്. എന്നെക്കാളും 8 വയസ്സിന് മൂത്ത അലീന ചേച്ചി, അപ്പോൾ അതിൻ്റെതായ ബഹുമാനം ഞാൻ കാണിക്കണ്ടെന്ന് ചോദിക്കും. അതെ നീ കൂടുതൽ ബഹുമാനം ഒന്നും കാണിക്കണ്ട. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ടീച്ചറോട് പോയി പറയാം എൻ്റെ അമ്മ ഇങ്ങനെയാ പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന്. ഉത്തരം മുട്ടിപ്പോയി വൈജയന്തിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? വൈജയന്തി പറഞ്ഞു അത് പിന്നെ വേലക്കാരുടെ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറയണം, വിളിക്കണ്ടെന്ന് പറയണം. ആഹാ അപ്പം വേലക്കാരികളോട് ബഹുമാനം കാണിക്കണ്ടെന്നാണ് അമ്മ പറയണേ. അങ്ങനെയാണ് അത് ഞാൻ ടീച്ചറോട് പറയാമെന്ന് പറയാം. പക്ഷെ എൻ്റെ പൊന്നോ നീ ഒന്നും മിണ്ടായിരിക്കുക, നീ എന്ത് വെള്ളം ചെയ്യാനായിട്ട് വൈജയന്തി പറയാം. അവസാനം അവളുടെ മുന്നിൽ കൃഷ്ണയുടെ മുന്നിൽ ആകപ്പാടെ പെട്ടുപോയി വൈജയന്തിക്ക് മനസ്സിലായി ഇവളുടെ മുന്നിൽ തർക്കിച്ച് നിൽക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം. ആ സമയം അലീന ഡെസ്പാനും ഒക്കെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ വൃത്തിയാക്കാണ്ട് വരികയാണ്. ഈ സമയത്ത് വൈജയന്തി ചെന്ന് ഇങ്ങനെയാണ്ടി ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിക്കാം. അതെ മാഡം ഇതിന് ഉപ്പില്ലാന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിലത്ത് കിടക്കുന്ന ഇച്ചിരി എടുത്ത് വായു വെച്ച് നോക്കണം. ഇതേ ആർക്ക് വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതിന് ഉപ്പൊന്നും ഇല്ലയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയന്തി പറഞ്ഞ് നിലത്ത് പോയത് ഞങ്ങളെടുത്ത് കഴിച്ചു നോക്കണം അല്ലേന്ന് ചോദിക്കാം. അല്ല കൃഷ്ണമോളോട് പറഞ്ഞാൽ മതി, കൃഷ്ണമോള് നോക്കുമെന്ന് പറയണം. പിന്നെ നോക്കുന്ന പോലും മിണ്ടായിരുന്നു അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് കയറി പോകണം. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് അലീന കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലെമൺ ടീ ഒക്കെ ആയിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് രോഹിത് എന്താന്ന് ചോദിക്കാം. അതേ മാഡം പറഞ്ഞു ലെമൺ ടീ കൊണ്ട് തരാൻ. അല്ല ഞാൻ നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്. എന്നോട് രോഹിത് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കണേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കാം. നീ കൂടുതൽ വാദപ്രതിവാദങ്ങളൊന്നും നടത്തണ്ട, നിന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാണ്. രോഹിത്തിൻ്റെ കയ്യിലെ തെറ്റിരിക്കുന്നത് അതിന് ഞാൻ എന്താ ചെയ്തേ? എന്നെ ഒരു സഹോദരിയെ പോലെ കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമൊന്നും പാടില്ല. കാരണം മോശമായ കൂട്ടുകെട്ടുകൾ ഉള്ളതുകൊണ്ടാ രോഹിത് ഇങ്ങനെ പോന്നേ. എന്താ രോഹിത് ഇങ്ങനെ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ രോഹിത് പറഞ്ഞു നീ എന്തിനാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നേ? മര്യാദയ്ക്ക് കടന്നു പോടി എൻ്റെ മുറിയിൽ നിന്ന്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യണം അവിടെ ഇരുന്നുണ്ട്. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രോഹിത്തിന് അലീന മുറിയിലേക്ക് വന്നേ. രോഹിത്തിന് മനസ്സിൽ അലീന കിട്ടാത്തതിൻ്റെ ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അലീനയുടെ മനസ്സിലാണ് വല്ലാത്ത സങ്കടം. തൻ്റെ സ്വന്തം സഹോദരനാണ്. അലീന വിഷമിച്ച് മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോരുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രാവിലെ അലീന മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി പത്രം എടുക്കാൻ വന്നു. നിനക്കിതൊക്കെ നേരത്തെ ചെയ്തുകൂടെയെന്ന് ചോദിക്കുക. എന്താ മുറ്റം അടിക്കുന്നു? അതെ ആ കുഞ്ഞോളായിരുന്നെങ്കിൽ നേരത്തെ ചെയ്തേനെന്ന് പറയാം. അലീന പറഞ്ഞു ഞാനേ 5 മണിയാകുമ്പോൾ എഴുന്നേക്കുന്ന, പിന്നെ എല്ലാ പണികളും ഒരുമാതിരി ഒതുക്കിയിട്ട് ഈ സമയത്ത് അടിക്കാൻ സമയം കിട്ടുന്നതെന്ന് പറയണം. പിന്നെ കുഞ്ഞോളെ ചെയ്യുന്ന പോലെ ചെയ്യാനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, 6 മണിയാകുമ്പോഴത്തേനും ഞാൻ മുറ്റം അടിക്കാമെന്ന് പറയണം. വേണ്ട നീ കുഞ്ഞോളെ കണ്ട് പഠിക്കുമൊന്നും വേണ്ട എന്ന് പറയണം. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ലേ, നല്ല വൃത്തിക്കും വെടുപ്പൊക്കും ചെയ്യുന്നതുകൊണ്ടല്ലേ നീ ചോദിക്കണം. അതിന് വൈജയന്തി ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കുമാണ് ഒരു വയ്യാത്തൊരു അപ്പച്ചൻ വന്നിട്ട് ഒരു വടിയെ കുത്തിപ്പിടിച്ച് അതെ എനിക്കൊരു 10 രൂപ ചായ കുടിക്കാനാന്ന് പറയണം. വൈജയന്തി അങ്ങ് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളെന്താ എൻ്റെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും. പറയുമ്പോൾ എടുത്തു തരാനായിട്ട്. ഇത് കേട്ടിപ്പോൾ അയാൾ ഒരു 10 രൂപയല്ലേ ചോദിച്ചുള്ളൂ. 10 രൂപയാണ് ശരി, 100 രൂപയാണ് ശരി, നിങ്ങൾ എൻ്റെ പൈസ ഏൽപ്പിച്ചിട്ടില്ലോ, മര്യാദയ്ക്ക് പോലെ ആശ്രയിട്ടാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി വൈജയന്തി. ഈ സമയത്ത് അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അലീന ചോദിച്ചു എന്താ പച്ച ചായ കുടിച്ചില്ലെന്ന് ചോദിക്കാം. ചായ കുടിക്കാനാ മോളെ, ഒരു 10 രൂപ ചോദിച്ചേ, നേരത്തെയൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് പൈസ തരായിരുന്നു, ഇപ്പം എനിക്ക് ഒന്നും തരത്തില്ല എന്ന് പറയണം. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീന പറഞ്ഞു അപ്പച്ചന് കുറച്ച് സമയം ഇവിടെ നിൽക്കുമോ, ഞാനിപ്പോൾ വരാം, പൈസ എടുത്തുകൊണ്ടിരാന്ന് പറയണം. പൈസയ്ക്ക് വേണ്ടല്ലേ എത്ര സമയം വേണം നിൽക്കാന്ന് പറയണം. അങ്ങനെ അലീന അകത്തേക്ക് ഓടിപ്പോയിട്ട് പൈസ എടുത്തുകൊണ്ടെന്ന് കൂടെ കൊടുക്കുവാണ്. ഇത് ബബിത ബാധിക്കേണ്ട അവിടെ നിന്ന് കണ്ടു ഈ കാഴ്ച. പിന്നീട് ലാസറനോട് പറഞ്ഞു ഇതേ 50 രൂപ ഉണ്ടെന്ന് പറയണം.
മോളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയാം. എന്ത് ചെയ്യാനാ, ഇതൊക്കെ എൻ്റെ ആയിരുന്നു, ഈ സ്ഥലവും ഇതെല്ലാം എൻ്റെ ആയിരുന്നു, എല്ലാം ഞാൻ വിറ്റ് തുളച്ച് കളഞ്ഞ, എന്നിട്ടിപ്പം മറ്റുള്ളവരുടെ മുന്നിൽ കൈ കിട്ടേണ്ട ഗതികേട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അലീന പിന്നെ മിറ്റം എല്ലാം കടിച്ച് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും അവിടെ ബാലേന്ദ്രനും വൈജയന്തിയും ഭവിതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി എന്നിട്ട് ചോദിച്ചു, എടി അയാൾക്ക് നീ പൈസ കൊടുത്തോന്ന് ചോദിക്കണം ലാസറേട്ടന്. കൊടുത്തു. ആരോട് വെച്ചിട്ടാണ് നീ കൊടുത്തേ? അത് പിന്നെ വയ്യാത്ത ആളെന്ന് കരുതി. വയ്യാത്താന്നോ? ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാതെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പം നീ അയൾക്ക് പൈസ കൊടുത്തു. ഇപ്പം ഞാൻ കൊള്ളരുതാത്തവളും നീ നല്ലവളുമായി. വേലക്കാരി നല്ലവളും കൊച്ചമ്മ ഭയങ്കര ദുഷ്ടയായല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മാഡം. നീ എങ്ങനെ ഉദ്ദേശിച്ചാലും കുഴപ്പമില്ല. നീ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയാണ്. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ അലീനെ അങ്ങനെ ചെയ്തേ? വൈജയന്തി ഇറക്കി വിട്ടല്ലേ അയാളെ പൈസ കൊടുക്കാതെ. അപ്പം നിനക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. നീ ചെയ്ത് തെറ്റായി പോയെന്ന് പറയാം. അലീന പെട്ടെന്ന് വൈജയന്തിനോട് സോറി കിട്ടുമെന്ന് പറയണം. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല മാഡം എന്ന് പറയാം. സോറി പോലും എന്നിട്ട് സോറിയൊക്കെ നീ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇനി മേലെ ഇങ്ങനെയൊക്കെ ഉണ്ടായുണ്ടല്ലോ, നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയണം. നിനക്കൂടെ നിൽക്കാൻ പറ്റില്ല, അവളങ്ങോട്ട് സഹായിച്ചിരിക്കുന്നു എന്നെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെടുവാണ്. അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇറക്കി വിട്ടെടുത്ത് നീ എന്തിനാണ് വിളിച്ചു കയറ്റിയത്? അത് പിന്നെ ഞാൻ വിളിച്ചു കയറ്റിയൊന്നുമല്ല, പിന്നെ ആ അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടാന്ന് പറയാണ്. പിന്നീട് വൈജയന്തിനോട് വീണ്ടും സോറി പറയാം. വൈജയന്തി പറഞ്ഞു, കാണിച്ചു തരുന്നുണ്ട് നിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.